ഹല്ലേലൂയ. ആമേൻ, ആമേൻ. വെരി ഗുഡ്. അപ്പോൾ അത് വിശ്വാസിയുടെ ആനന്ദമാണ്, ദൈവത്തെ തേടുന്ന ഭക്തരുടെ ആഹ്ലാദമാണ്. സങ്കീർത്തനങ്ങളിൽ മുഴുവൻ അങ്ങനെയുള്ള ആഹ്ലാദ പ്രകടനങ്ങളുണ്ട്. എന്തുകൊണ്ടോ നമ്മൾ പുതിയ നിയമസഭ ആരാധന രൂപപ്പെടുത്തിയപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതിനകത്ത് ഈ ആഘോഷത്തിൻ്റെയും സെലിബ്രേഷൻ്റെയും ഡയമെൻഷൻസിനെ മുഴുവൻ നമ്മൾ ഒരു ദുഃഖഭാവത്തിൽ മാത്രം തളച്ചിട്ടു. എനിക്ക് നമ്മുടെ ആരാധനകളോട് എല്ലാ സഭകളുടെയും തോന്നുന്ന ഒരു ഇഷ്ടക്കേടെന്നൊന്നും പറഞ്ഞുകൂടാ, തോന്നുന്ന ഒരു 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 സുഖമില്ലായ്മ എന്താണെന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ ഇപ്പോൾ കാണിച്ചില്ലേ, ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കാൻ നമ്മൾ ഒരുമിച്ച് വരുന്ന സന്ദർഭങ്ങളിൽ ഒരവസരവും ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ സെലിബ്രേഷൻസിനെ മുഴുവൻ നമ്മൾ ഒരു വ്യാകുലതയിലോ ഒരു സംയമനത്തിലോ ഒരു അച്ചടക്കത്തിലോ ഒക്കെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ആഫ്രിക്കയിലെ റുവാണ്ട എന്ന് പറഞ്ഞ രാജ്യത്ത് ആഫ്രിക്ക മുഴുവനിലും പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ നടന്നതിൽ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരൊറ്റ പ്രത്യക്ഷീകരണമേ ഉള്ളൂ. അത് കിബേഹോ എന്ന് പറയുന്ന സ്ഥലത്താണ്, റുവാണ്ടയിൽ. അവിടെ കിബേഹോയിലെ ആ മാതാവിൻ്റെ തിരുനാളിന് ഞാൻ ആ സമയത്ത് ആ പ്രദേശത്തുണ്ടായിരുന്നു. അപ്പോൾ ആ തിരുനാളിന് ആ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ നടന്ന സ്ഥലത്ത് പോകാൻ ദൈവം ഒരു അവസരം തന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് അവിടുത്തെ ശുശ്രൂഷകൾ ആരംഭിച്ചതാണ്. 10 മണിക്ക് തുടങ്ങിയ ആ ശുശ്രൂഷ. അപ്പോൾ ആദ്യം അവരുടെ ആമുഖവും പിന്നെ ആ പ്രത്യക്ഷീകരണത്തെ സംബന്ധിച്ച കുറച്ച് പ്രസംഗങ്ങളും അതൊക്കെ കഴിഞ്ഞ് പരിശുദ്ധ കുർബാന തുടങ്ങിയപ്പോൾ 11 മണിയായി. അപ്പോൾ എന്നോട് അവിടെയുള്ള ബഹുമാനപ്പെട്ട ആൻ്റണീച്ചൻ എന്നോട് പറഞ്ഞിരുന്നു, ഈ സ്റ്റേജ് മാത്രമേ ഉള്ളൂ വെയിൽ കൊള്ളാതെ നിൽക്കാൻ പറ്റുന്ന സ്ഥലം. ഇതുപോലൊരു സ്റ്റേജുണ്ട്, ബാക്കി ഒരിടത്തും പന്തലില്ല. ഇതിൻ്റെ ഒരു 3 ഇരട്ടി ജനമുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഒരു 3 ഫോൾഡ് ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് മാത്രമേ ഉള്ളൂ വെയിലടിക്കാത്തത്. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, വെയിൽ കൊള്ളാതിരിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും സ്റ്റേജിൽ കയറി പറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേജിൽ അവിടുത്തെ കർദിനാളുണ്ട്, ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുന്ന പല ഉന്നതരായ ബിഷപ്സ് ഉണ്ട്, പിന്നെ അവരുടെ കുറച്ച് ലിറ്ററജിക്കൊക്കെ സഹായിക്കുന്ന അച്ഛന്മാരുമുണ്ട്. ഇതിനിടയ്ക്ക് നമ്മളെ പോലെയുള്ള ഒരു മലയാളി അച്ഛന് കയറിപ്പറ്റുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ മലയാളിക്ക് ഈ നാണക്കേടില്ലാത്തത് കൊണ്ട് നമ്മൾ എവിടെയും കയറിപ്പറ്റുകയും ചെയ്യും. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ്റെ കാര്യം നോക്കിക്കോണം, എൻ്റെ കാര്യം ഞാൻ സ്റ്റേജിലുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തരത്തിൽ ഞാൻ സ്റ്റേജിൽ കയറിപ്പറ്റി. അപ്പോൾ സൈഡിൽ അച്ഛന്മാർക്ക് ഇരിക്കാൻ സീറ്റുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഏറ്റവും പുറകിലത്തെ റോയിൽ എനിക്ക് ഇരിക്കാൻ കിട്ടി. ഞാൻ നോക്കുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്, അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ആളുകൾ. പന്തലില്ല, വെയിലാണ്, ചൂടാണ്. വിശുദ്ധ കുർബാന തുടങ്ങിയത് 11 മണിക്കാണ്, തീർന്നത് വൈകിട്ട് 4 മണിക്കാണ്. 12, 1, 2, 3, 4 5 മണിക്കൂർ ഈ വേനൽ ചൂടിൽ, ഈ എരിപൊരി വെയിലത്ത് ഒരൊറ്റ ആൾ പോലും, അതിശയോക്തിയില്ല, എക്സാജറേഷൻ ഒട്ടുമില്ല, ഒരൊറ്റ ആൾ പോലും വാഷ്റൂമിൽ പോലും പോകാതെ മുഴുവൻ പേരും ആ 5 മണിക്കൂർ നീണ്ട ആ ആരാധനയിൽ സമ്പൂർണമായി ആ വെയിലത്ത് നിന്ന് സംബന്ധിച്ചു. ഒരൊറ്റ ആൾക്ക് പോലും ബോറടിച്ചിട്ടില്ല. ഞാൻ ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലെങ്ങാണായിരുന്നെങ്കിലോ പള്ളി കത്തിച്ചേനെ ആളുകൾ. ഒന്നാമത് പന്തലിട്ടിട്ടില്ല, രണ്ടാമത്തെ കാര്യം സ്തോത്രാഴ്ചയുടെ കാര്യം ഒരു 5 തവണയെങ്കിലും അനൗൺസ് ചെയ്തിട്ടുമുണ്ട്, പന്തൽ പോലും ഇട്ടിട്ടില്ല. ഇതിനെ വെയിലത്തെ ആളുകളെ നിർത്തിയിട്ട് വിശുദ്ധ കുർബാന 5 മണിക്കൂർ. ഈ ജനം ദൈവത്തെ ആരാധിക്കുകയാണ്. ഞാൻ അവിടെ കണ്ട ഒരു പ്രത്യേകത, ആ കുർബാനയ്ക്കിടയ്ക്ക് ആരവങ്ങളുണ്ട്, ആഹ്ലാദ പ്രകടനങ്ങളുണ്ട്.
ജനം അവരുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയം പൊട്ടി കരയാനുള്ള അവസരങ്ങളുണ്ട്. ആ ലിറ്റർജിക്കകത്തതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നാളെ മുതൽ ലിറ്റർജി തിരുത്തണമെന്നല്ല, തിരുത്തരുത്. പക്ഷേ ഈ ആഹ്ലാദത്തിൻ്റെ ഒരു ഡയമെൻഷൻ ആത്മീയതയ്ക്കുണ്ടെന്ന് മറന്നു പോകാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ പറയാൻ ഉദ്ദേശിച്ചത്. നാളെ മുതൽ കുർബാന പുസ്തകം തിരുത്തി എഴുതണമെന്ന് പറയാനല്ല ഇത് പറഞ്ഞത്. ലിറ്റർജിക്കകത്ത് ദൈവജനത്തിന് ആഹ്ലാദം പ്രകടിപ്പിക്കാനുള്ള, നമ്മുടെ സങ്കടങ്ങളും പരിദേവനങ്ങളും പരാതികളും അപേക്ഷകളും മെമ്മോറാണ്ടങ്ങളും മാത്രം വെക്കാനല്ല, മറിച്ച് നമ്മുടെ ആഹ്ലാദം, രക്ഷിക്കപ്പെട്ടവൻ്റെ സന്തോഷം, വീണ്ടെടുക്കപ്പെട്ടവൻ്റെ ആഹ്ലാദ പ്രകടനങ്ങൾ, ദൈവം സ്വന്തമായിട്ടുള്ളവൻ്റെ അവകാശവാദങ്ങൾ, ദൈവത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഭാഗ്യവും ഭാഗധേയവും തീരെഴുതി കിട്ടിയവൻ്റെ ആഹ്ലാദ പ്രകടനങ്ങൾ, അട്ടഹാസം, അത് പ്രകടിപ്പിക്കാൻ നമുക്ക് ആത്മീയതയിൽ ഒരു സ്പേസ് ഉണ്ട്. അത് കൂട്ടത്തിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒറ്റയ്ക്കെങ്കിലും ചെയ്യണം. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനൊരു സംഭവമുണ്ട്. അതായത് അതാണ് സങ്കീർത്തനങ്ങളിൽ അവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ സാധ്യമല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഭയങ്കരമായ ഒരു എന്താ പറയുന്ന ഒരു വിഷാദഭാവത്തിൻ്റെ ആ മൂടുപടത്തിനകത്ത് മാത്രം നമ്മൾ ദൈവാരാധനയെ കാണരുത്. മറിച്ച് ഇതിനകത്ത് നമ്മുടെ സന്തോഷപ്രകടനം. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ കൂവണമെങ്കിൽ നിങ്ങൾക്ക് കൂവാം എന്ന് ഞാൻ പറഞ്ഞത്. ദൈവം നല്ലവനാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീം ചെയ്യാം. നിങ്ങൾക്ക് അട്ടഹസിക്കണമെങ്കിൽ അട്ടഹസിക്കാം. ദൈവം നല്ലവനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൈവരിച്ച് നിന്ന് ഉറക്കെ കാറണമെങ്കിൽ കൂവണമെങ്കിൽ കൂവാം. There is a space for that in your spirituality, in the biblical spirituality. അത്രേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നുകൂടെ ഉറക്കെ പറയാം. God is good all the time. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അത് രക്ഷിക്കപ്പെട്ടവരുടെ സന്തോഷമാണ്. പ്രത്യാശയെക്കുറിച്ചാണല്ലോ. ഈ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്നൊരു വചനമുണ്ട്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ഇത്തരം ആ നേട്ടങ്ങളെ ഓർക്കുകയും ആ സന്തോഷം സാധാരണ മനുഷ്യർ പ്രകടിപ്പിക്കുന്നത് പോലെ പ്രകടിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരാഹ്വാനം ഉയർത്തിക്കൊണ്ട് കൺവെൻഷൻ ആരംഭിക്കുകയാണ്. 119 സങ്കീർത്തനം 34 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനങ്ങൾ 119, 34 മുതലുള്ള വാക്യങ്ങൾ ബൈബിളെടുത്ത് ഉച്ചത്തിൽ വായിക്കുക. സങ്കീർത്തനങ്ങൾ 119, 34 മുതൽ ഉറക്കെ വായിക്കാം. ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അത് അനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ. നിർത്താം, അവിടെ തൽക്കാലം നിർത്താം. ശ്രദ്ധിക്കുക. ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും. അപ്പോൾ വചനം പറയുകയാണ്, അതൊരിക്കൽ കൂടി ശ്രദ്ധയോടെ നിങ്ങൾ നോക്കുക. ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അത് അനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ. ഒരാൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന ഇതാണ്: എനിക്ക് ഒരു അറിവ് തരണം, എനിക്ക് ഒരു കാഴ്ചപ്പാട് തരണം, എനിക്ക് ഒരു അവബോധം തരണം, എനിക്കൊരു പെർസ്പെക്റ്റീവ് തരണം. എന്തിനു വേണ്ടി? അതായത് എൻ്റെ മനസ്സ് എപ്പോഴും ആഗ്രഹിക്കേണ്ടത് അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കാനും വേണ്ടി എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട് എനിക്ക് തരണം. ഇത് വളരെ ശ്രദ്ധിക്കുക. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എനിക്ക് ഒരു പെർസ്പെക്റ്റീവ് തരണം, എനിക്ക് ഒരു ബോധം തരണം. എൻ്റെ മനസ്സ് ഇങ്ങനെ ചിന്തിക്കണം. എങ്ങനെ? എൻ്റെ മനസ്സെപ്പോഴും ബോധേഡാവേണ്ടത് എന്തോർത്തിട്ടാണ്? എനിക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണം. അത് വെറുതെ
ലാഘവ ബുദ്ധിയോടനുസരിച്ചാൽ പോരാ, എനിക്കത് പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുകയും വേണം. അതിന് എനിക്ക് എന്ത് തരണം? അറിവ് തരണം. അറിവെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ എന്നല്ല, അതിന് പറ്റുന്ന ഒരു മനസ്സെനിക്ക് തരണം. എന്താ ഇപ്പം ഈ മനസ്സിനത് പറ്റാത്തത്? ഇപ്പം ഈ മനസ്സിന് എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കാതിരിക്കാനാണ് ആഗ്രഹം. വീണുപോയ മനുഷ്യപ്രകൃതിയുടെ ഫോളൻ നേച്ചറിൻ്റെ പ്രത്യേകത, അതിനെപ്പോഴും ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കാനാണ് ഇഷ്ടം. അതിനെപ്പോഴും ലോകമാണ് മമത, അതിനെപ്പോഴും ലോകമാണ് അതിൻ്റെ പ്രധാന മോഹവിഷയം. അത് ദൈവത്തിലേക്ക് സ്വാഭാവികമായി തിരിയാനുള്ള വാസനയില്ല. അപ്പോൾ ഈ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ ഈ വീണുപോയ മനുഷ്യപ്രകൃതി കൊണ്ട് നിന്നെ എൻ്റെ ഒന്നാമത്തെ സന്തോഷമായി കാണാൻ സ്വാഭാവികമായിട്ടുള്ള കഴിവ് എനിക്കില്ല. അത് നീ എനിക്ക് തന്നാലേ ഉള്ളൂ. എനിക്ക് നിന്റെ പ്രമാണം പാലിക്കണം. അത് വെറുതെ പാലിച്ചാൽ പോരാ, പൂർണ്ണ ഹൃദയത്തോടെ അത് അനുസരിക്കുകയും വേണം. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ആലോചിക്കുകയായിരുന്നു, എന്താണ് നമുക്ക് പറ്റുന്നത്. ഇപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആശാവഹമല്ല, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളല്ല. അത് ഏത് മതത്തിൽപ്പെട്ടവരുടെ കാര്യമാണെങ്കിലും മൊത്തത്തിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളല്ല മൊത്തത്തിൽ പൊതുവെ. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇവിടെ ഒരു ഫോഴ്സായിട്ട് മാറേണ്ട ആളുകളാണ് ദൈവജനം. ഇവിടെ ഒരു തിരുത്തൽ ശക്തിയാകേണ്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവം തൻ്റെ മക്കളെ ഈ ജനതയുടെ നടുവിൽ നിർത്തിയത് ലോകത്തിന് മാതൃകയാവാനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, 5ാമത്തെ സുവിശേഷം എന്ന് ബൈബിൾ പഠിക്കുന്നവർ വിളിക്കുന്നത് ഇസ്രായേലിൻ്റെ ഭൂപ്രകൃതിയാണ്. ദ ജിയോഗ്രഫി ഓഫ് ഇസ്രായേൽ ഈസ് ദ 5th ഗോസ്പൽ എന്ന് പറയാറുണ്ട്. അതായത് 5ാമത്തെ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ കൂടാതെ 5ാമത്തെ സുവിശേഷമാണ് ഇസ്രായേലിൻ്റെ ഭൂപ്രകൃതി. ഇസ്രായേലിൻ്റെ ജിയോഗ്രഫി പഠിച്ചാൽ തന്നെ അതൊരു ബൈബിൾ കമൻ്ററിയാണ്, അതൊരു സുവിശേഷ ഭാഷ്യമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ പശ്ചാത്തലത്തിൽ. എന്തുകൊണ്ട് ദൈവം യഹൂദനെ ഈ പാലസ്തീനായിൽ പ്രോമിസ്ഡ് ലാൻഡിൽ, വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോയി നട്ടു? എന്തുകൊണ്ട് ഈ ജിയോഗ്രഫി ദൈവം തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് യഹൂദനെ ചൈനയിലോ ഇന്ത്യയിലോ ജപ്പാനിലോ ഇനി ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ അവിടെ നിന്ന് കൊണ്ടുപോയി വെക്കാതെ എന്തിന് ഈ മധ്യപൂർവേഷ്യയിൽ കൊണ്ടുവന്ന് വെച്ചു? അതും ഈ പറയുന്ന പർട്ടിക്കുലർ പോയിന്റിൽ കൊണ്ടുപോയി വെച്ചു. കാരണം അബ്രഹാം അവിടെ അല്ലായിരുന്നു. അദ്ദേഹം ജനിച്ചു വളർന്നത് ബാബിലോണിലായിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് പ്രേരണകൾ നൽകി, പ്രചോദനങ്ങൾ നൽകി, ആത്മീയ ഊർജം നൽകി ദീർഘമായൊരു നടത്തം നടത്തി ഒടുവിൽ ഈ വാഗ്ദത്ത നാടിൻ്റെ തേനും പാലും ഒഴുകുന്ന മണ്ണിലേക്ക് ദൈവം എന്തുകൊണ്ട് കൊണ്ടുവച്ചു? ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അതിനെ, ആ ഭൂപ്രകൃതിയെ വിളിച്ചിരുന്നൊരു പേര് ഈ ഫെർട്ടൈൽ ക്രസൻ്റ് എന്നാണ്. ഫലഭൂയിഷ്ടമായ ഒരു മണ്ണ്, അത് ഫലഭൂയിഷ്ടമായ ഒരു ചന്ദ്രക്കല പോലിരിക്കുന്ന ഒരു സ്ഥലമാണത്. ഈ പറയുന്ന വാഗ്ദത്ത ദേശം ഇന്നത്തെ ഇസ്രായേലും പാലസ്തീനും ലെബനോനും ഒക്കെ ചേരുന്ന ഇന്നത്തെ ഇസ്രായേലല്ല, കുറച്ചുകൂടെ വലിയൊരു ഭൂപ്രദേശം. അതൊരു ഫെർട്ടൈൽ ക്രസൻ്റ് ആയിരുന്നു. അത് ഈ ഫലഭൂയിഷ്ടമായത് മൊത്തത്തിൽ ഈ സ്ഥലത്തെ വിളിച്ചിരുന്നത് മെസപ്പൊട്ടോമിയ എന്നാണ്. മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം 2 നദികൾക്കിടയിലുള്ള കര എന്നാണ്. ലാൻഡ് ബിറ്റ്വീൻ 2 റിവേഴ്സ് എന്നാണ്. ആ 2 നദികളെന്ന് പറയുന്നത് ടൈഗ്രിസും യൂഫ്രട്ടീസും ഒരു നദിയായും നൈൽ മറ്റൊരു നദിയായും. അപ്പം നൈലിനും ടൈഗ്രിസിനും യൂഫ്രട്ടീസിനും ഇടയിലുള്ള ഈ ലാൻഡിനെയാണ് അവർ ഈ ഫെർട്ടൈൽ ക്രസൻ്റ് എന്ന് വിളിച്ചത്. അപ്പം യഹൂദനെ ദൈവം കൊണ്ടുവന്ന് നിർത്തിയത് ഇതിനകത്താണ്. അതിനകത്ത് നിൽക്കുമ്പോൾ അന്നത്തെ പ്രബലമായ ലോകശക്തികൾ 3 രാജ്യങ്ങളായിരുന്നു.
ഒന്ന് ബാബിലോൺ, 2 അസീറിയ, 3 ഈജിപ്ത്. ഈ 3 പ്രബലമായ വൻ ശക്തികളുടെ ഇടയിലാണ് ഈ ലാൻഡ്. അപ്പം ജിയോഗ്രഫിക്കലി ഇവരെ കൊണ്ടുവന്ന് നിർത്തിയത് ഈ നദികൾക്കിടയിലാണ്, ഈ വൻ ശക്തികളുടെ അകത്താണ്. ബാബിലോണിൽ നിന്ന് ഈജിപ്തിനെ ആക്രമിക്കാൻ ബാബിലോൺ രാജാവിന് പോകണമെങ്കിൽ ഇസ്രായേലിൻ്റെ മുതുകത്ത് ചവിട്ടിയിട്ടേ പോകാൻ പറ്റും. ഈജിപ്തിന് അസീറിയെ ആക്രമിക്കണമെങ്കിൽ ഇസ്രായേലിനെ ക്രോസ് ഓവർ ചെയ്യണം. അതുകൊണ്ട് ഈ വൻ ശക്തികളെല്ലാം ഈ ലാൻഡിന് വേണ്ടി കൊതിച്ചു. അവർക്കെല്ലാവർക്കും ഈ ലാൻഡ് വേണം. എന്താ കാര്യം? പ്രബലനായ മറ്റേ ശത്രുവിനെ ആക്രമിക്കണമെങ്കിൽ അവർക്ക് ഇവിടെ ചവിട്ടി നിന്ന് വേണം അവനെ ചവിട്ടാൻ. അതുകൊണ്ട് ഒരു വൻ ശക്തി മറ്റൊരു വൻ ശക്തിയെ ആക്രമിക്കുമ്പോൾ അതെപ്പോഴും യഹൂദൻ്റെ തലയെ ചവിട്ടിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് യഹൂദന് ഈ ലാൻഡിൽ ജീവിക്കണമെങ്കിൽ അവൻ്റെ ദൈവത്തെ കണ്ണും പൂട്ടി ട്രസ്റ്റ് ചെയ്യാതെ ജീവിക്കാൻ ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു ജിയോഗ്രഫിക്കകത്താണ് യഹൂദനെ ദൈവം കൊണ്ടുവന്ന് വെച്ചത്. ടോട്ടൽ ആൻഡ് അൺകണ്ടീഷണൽ ട്രസ്റ്റ് അവൻ്റെ ദൈവത്തിൽ വെക്കാതെ, അതായത് ഇവനെ സംരക്ഷിക്കണമെങ്കിൽ ആര് സംരക്ഷിക്കണം? ദൈവം കാത്താലേ ഉള്ളൂ. ഒരു വൻശക്തി മറ്റൊരു വൻശക്തിയെ ആക്രമിക്കുമ്പോൾ, ഇവനെ ക്രോസ് ഓവർ ചെയ്യുമ്പോൾ ഇസ്രായേല് എക്സ്റ്റിങ്ക്റ്റ് ആയി പോവാതിരിക്കണമെങ്കിൽ അവൻ്റെ ദൈവം അവനെ കാക്കണം. ദൈവത്തിലുള്ള ആഴമായതും അന്ധമായതും അടിയുറച്ചതുമായ ട്രസ്റ്റ്, വിശ്വാസം രൂപപ്പെടുത്തുന്നതിന് ദൈവം അവനെ ഈ ശത്രു സാന്നിധ്യത്തിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒന്നത്. 2, ഏതാണ്ട് ഭൂമിയുടെ മധ്യഭാഗമാണിത്. യൂറോപ്പിൽ നിന്ന് അറേബ്യയിലേക്കും ആഫ്രിക്കയിൽ നിന്ന് ഈസ്റ്റിലേക്കും കിഴക്കൻ ദേശങ്ങളിലേക്കും പോകുന്ന 2 റോഡുകൾ, യൂറോപ്പിൽ നിന്ന് അറേബ്യൻ മരുഭൂമി വഴി നമ്മുടെയൊക്കെ നാട്ടിലേക്കും, അതുപോലെ തന്നെ വീണ്ടും ഈജിപ്തിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന വേറൊരു റോഡും, ഇങ്ങനെ 2 റോഡുകൾ തമ്മിൽ സംഗമിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്. ക്രോസ് റോഡ് എന്നാണ് അതിനെ വിളിക്കുക. ക്രോസ് റോഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ക്രോസ് റോഡ് ഈ ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ 4 സൈഡിലേക്കും തിരിയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കാവുന്ന പേരാണ് ക്രോസ് റോഡ്. അപ്പം ഇങ്ങനെ ഏതാണ്ട് 3 കോണ്ടിനെന്റുകളെ, 3 വൻകരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസ് റോഡ് ഉണ്ട്. ഈ 3 ഭൂഖണ്ഡങ്ങളിലേക്ക് പോകുന്ന 2 റോഡുകൾ തമ്മിൽ വന്ന് മീറ്റ് ചെയ്യുന്ന ആ സ്ഥലത്തിനെ വിളിച്ചിരുന്ന പേരാണ് മെഗീദോ. അതൊരു മലയാണ് മെഗീദോ. ചരിത്രത്തിലെ പ്രമാദമായ പ്രശസ്തമായ പല യുദ്ധങ്ങളും നടന്നത് അവിടെ വെച്ചാണ്, മെഗീദോ. ഈ മെഗീദോ എന്ന് പറയുന്ന ഈ ക്രോസ് റോഡിൻ്റെ 3 ഭൂഖണ്ഡങ്ങളിലേക്ക് പോകുന്ന വഴികൾ എയർപോർട്ട് പോലാണ്. പല രാജ്യക്കാർ വന്ന് സമ്മേളിക്കുന്ന ഈ പറയുന്ന മെഗീദോ എന്ന് പറയുന്ന ആ മലയുടെ താഴ്വാരത്തിലുണ്ടായിരുന്ന 2 കിലോമീറ്റർ ദൂരത്തിലുണ്ടായിരുന്ന ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് നസറത്ത്. ആ പ്രദേശത്തിൻ്റെ പേരാണ് ഗലീലി. യേശു ജനിക്കുന്നത് ഒരു ക്രോസ് റോഡിലാണ്. വൻകരകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സംഗമ ബന്ധുവിലാണ് യേശു ജനിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നസറത്തിലെ 25-30 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ഈ മെഗീദോ കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് താഴേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ലോകം താഴേക്കൂടെ കടന്നു പോകുന്നത് കാണാമായിരുന്നു. അപ്പം യഹൂദനെ ദൈവം കൊണ്ടുവന്ന് ഈ സംഗമ ബന്ധുവിൽ നിർത്തിയപ്പോൾ, അതുകൊണ്ടാണ് നിങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ വായിക്കും, വിജാതീയരുടെ ഗലീലി, ദ ഗാലിലി ഓഫ് ദ നേഷൻസ്.
വിജാതീയരുടെ ഗലീലി എന്ന് പറയുന്നത് ഈ വിജാതീയരെല്ലാം വന്ന് കടന്നു പോകുന്ന വഴിയാണിത്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു വരുന്നത്, ലിസൺ. എന്തിനാണ് ദൈവം ഈ ലോകം കടന്നു പോകുന്ന വഴിയുടെ നടുവിൽ കൊണ്ടുവന്ന് യഹൂദനെ വെച്ചത്? അതാണ് എൻ്റെ ചോദ്യം. ഈ ലോകം എങ്ങനെയാവണമെന്ന്, ഈ ലോകത്തിലെ മനുഷ്യർ എങ്ങനെ പെരുമാറണമെന്ന്, ഈ ലോകത്തിലെ മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ തെരഞ്ഞെടുത്ത ജനതയായിരുന്നു അവർ ഈ ലോകത്തിന് ടെക്സ്റ്റ് ബുക്ക് ആവാനാണ്, പാഠപുസ്തകമാകാനാണ് ദൈവം അവരെ ലോകം കടന്നു പോകുന്ന വഴിയുടെ നടുവിൽ കൊണ്ടുവന്ന് വെച്ചത്. ബിക്കോസ് ദേ മേ ബിക്കം എ മോഡൽ ഫോർ അതർ നേഷൻസ്. ഇത്രയും മനസ്സിലായോ? മറ്റ് ജനതകൾക്ക് അവരൊരു പാഠവും പാഠപുസ്തകവും ആകേണ്ടതിനായിരുന്നു അവരെ ദൈവം കൊണ്ടുവന്ന് ഈ സംഗമ ബന്ധുവിൽ വെച്ചത്. ഇതേ ഉത്തരവാദിത്തമാണ് ഈ നാളുകളിൽ തിരുസഭയ്ക്കുള്ളത്. ഈ ലോകത്തിൽ മനുഷ്യരെങ്ങനെ ജീവിക്കണമെന്ന്, മനുഷ്യരെങ്ങനെ പെരുമാറണമെന്ന്, ലോകത്തിൽ മനുഷ്യൻ എങ്ങനെ തൻ്റെ ജീവിതത്തെ വിഭാവന ചെയ്യണമെന്ന് ലോകം നോക്കി പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ നോക്കിയിട്ടാണ്. സഭയുടെ റെലവൻസ്, ദൈവം എന്തിന് സഭ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നു? ദൈവം എന്തിന് സഭയെ ഓരോ സ്ഥലത്തും എന്തിനാണ്? ഏത് കാട്ടുമുക്കിലും എന്തിനൊരു ഇടവക പള്ളി, എന്തിനൊരു കുരിശുപള്ളി, എന്തിനൊരു കൂട്ടായ്മ? ലോകത്തിൻ്റെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ലോകത്തിൽ എവിടെയെല്ലാം നമ്മുടെ മക്കളുണ്ട് അവിടെല്ലാം പോയി അച്ഛന്മാരെ വിട്ട് എന്തിന് നമ്മൾ കമ്മ്യൂണിറ്റികൾ തുടങ്ങുന്നു? എന്തിന്? അംഗബലം കൂട്ടാനോ, ആൾബലം കൂട്ടാനോ? എന്തിനാണ്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ്? മനുഷ്യൻ ചെന്നെത്തടുത്ത്, വണ്ടിയല്ലാത്തടുത്ത്, വഴിയെത്താത്തടുത്ത് ക്രിസ്ത്യാനി എത്തി, കുരിശുപള്ളി വെച്ചു, പള്ളി വെച്ചു, ആരാധന തുടങ്ങി. ഫോർ വാട്ട് സേക്ക്? എന്തിന്? പറഞ്ഞ എന്നോട്, എന്തിന്? ഭൂമിശാസ്ത്രത്തിൽ ഇങ്ങനെ ലോകത്തിന്റെ മാപ്പ് വെച്ചിട്ട് വരയിട്ടിട്ട് ഇവിടെല്ലാം ഞങ്ങളുടെ സഭക്കാരുണ്ടെന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കാനോ? എന്തിനായിരുന്നത്? ഒറ്റ കാര്യമുള്ളൂ, ഈ ലോകം എങ്ങനെ ജീവിക്കണമെന്ന് ലോകം കണ്ടുപിടിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കാണ് വിശ്വാസി. ആ വിശ്വാസിക്ക് എന്ത് പറ്റി? അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചോദിക്കേണ്ടത്. ഇന്ന് നമ്മൾ ചോദിക്കേണ്ടത് ആ വിശ്വാസിക്ക് എന്ത് പറ്റി, നമുക്ക് എന്ത് പറ്റി? നമ്മളെ നോക്കി ലോകത്തിന് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കരുത് എന്നതിൻ്റെ ടെക്സ്റ്റ് ബുക്കായിട്ട് നമ്മൾ മാറുകയും ചെയ്യുന്നു. അതായത് സാക്ഷ്യമാകുന്നില്ല എന്ന് മാത്രമല്ല, സ്കാൻഡൽ ആവുകയും ചെയ്യുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. വിറ്റ്നസ് ആവുന്നില്ല, വിറ്റ്നസ് ആവുന്നില്ലെന്ന് മാത്രമല്ല, ഉതപ്പായിട്ട് മാറും. So this is high time. This is a pivotal moment. നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞു നടക്കാനുള്ള സമയം. ഇനി നമുക്ക് മുന്നേ സാച്ചുറേഷൻ പോയിന്റ് ആയി. ഇനി ഇതിനപ്പുറത്തോട്ടൊരു പോയിന്റ് പോകാൻ പറ്റില്ല ഇനി നമുക്ക്. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കണം, നമുക്ക് എന്ത് പറ്റി? നമുക്ക് എന്താ പറ്റിയേ? നമുക്കെന്താണ് ഒരു തിരുത്തൽ ശക്തിയാവാൻ പറ്റാത്തത്? നമുക്കെന്താണ് ഒരു മോറൽ ഫോഴ്സ് ആവാൻ പറ്റാത്തത്? നമുക്കെന്താണ് മാഫിയ, അതായത് JCBയുടെ കൈ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ മണ്ണ് മാന്തി യന്ത്രം വാരി എടുത്ത് മണ്ണ് കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ അപ്പാടെ പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയി ഏതോ കൊള്ളക്കുഴിയിലേക്ക് വലിച്ചെറിയുന്ന മാഫിയ കൂട്ടങ്ങളുടെ നടുവിൽ എന്താ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത? എന്താണ് നമുക്ക് നമ്മുടെ യുവതി യുവാക്കന്മാർക്ക് ഒരു പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരു ഫോഴ്സ് ആവാൻ നമുക്ക് എന്താ പറ്റാത്ത? എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ ദുരുപയോഗിക്കുന്ന ശീലം ഉണ്ടാവാൻ തുടങ്ങി. അവനും കുഞ്ഞാണ്, പക്ഷെ അവൻ കുഞ്ഞുങ്ങളെ മിസ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ ഈ ടെൻഡൻസി കണ്ടു, പ്രശ്നമായി, കേസായി. അപ്പൊ ഈ സമയത്ത് ഞാൻ ചോദിക്കുകയാണ്, ഈ സമയത്ത് ഈ കുഞ്ഞിനെ നമുക്ക് ഒന്ന് നിർത്തി, ഒന്ന് പരിശീലിപ്പിച്ച്, ഒന്ന് ശരിയാക്കി എടുക്കാൻ ഞാനൊരു സ്ഥലം അന്വേഷിച്ച് കേരളം മുഴുവൻ അലഞ്ഞു.
നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അറിയാമെങ്കിൽ വല്ലവരും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എനിക്ക്. എൻ്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു സ്ഥലം കേരളത്തിലില്ല. ആരും ടേക്കപ്പ് ചെയ്യത്തില്ലെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആര് രക്ഷിക്കും? നമ്മുടെ ചെറുപ്പക്കാരെ ആര് രക്ഷിക്കും? നമ്മുടെ കുടുംബങ്ങളെ ആര് രക്ഷിക്കും? നമുക്കെന്താ ഒരു ഫോഴ്സ് ആവാൻ പറ്റാത്ത? ഞാൻ കാടടച്ച് വെടിവെക്കുകയല്ല, ഒന്നുമില്ലെന്ന് പറയല്ല. പക്ഷെ ഇത് പോരാ. കാരണം കനത്ത കൂറ്റൻ ശക്തികൾ അപ്പുറത്ത് പ്രബലമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ എവിടെയും ഒരു ബീഡിപ്പടക്കം പൊട്ടിച്ചാൽ പോരാ. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നേരെ AK-47 വെച്ച് ഒരുത്തൻ വെടിവെച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഒരു ഓലപ്പടക്കം വല്ലപ്പോഴും എറിഞ്ഞാൽ പോരാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ചിന്തിക്കുകയാണ്, ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ? എവിടുന്നാണ് നമുക്ക് ഈ തിരിഞ്ഞ് നടപ്പ് ആരംഭിക്കേണ്ടത്? എവിടെയോ നമുക്ക് എനിക്ക് നിങ്ങൾക്കും എല്ലാം എവിടെയോ നമുക്ക് കാലിടറുന്നുണ്ട്. നമ്മൾ എവിടെയോ നമുക്കൊരു വഴി മാറിപ്പോയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് വ്യക്തിപരമായ കുറച്ച് ആവശ്യങ്ങൾ, അത് നിറവേറാൻ വേണ്ടി കുറച്ച് പ്രാർത്ഥനകൾ, അത് നടക്കാൻ വേണ്ടി കുറച്ച് കൺവെൻഷനുകൾ, അങ്ങനെ ഒരു ചെറിയ ക്യാൻവാസിൽ നിങ്ങൾ ഇതിനെ കാണരുത്. നമുക്ക് വലിയൊരു ദൂരം തീർക്കാനുണ്ട്, യാത്ര ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് ഈ യാത്രക്കിടയിൽ ഒരുപാട് ജീവിതങ്ങളെ വീണ്ടെടുക്കാനുണ്ട്. അതിന് നമ്മൾ ഒരുമിച്ച് നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട്, അവിടുത്തെ വചനത്തിന് മുമ്പിൽ ഇരുന്നിട്ട് നമുക്ക് ചോദിക്കാം, കർത്താവേ, എവിടെയാണ് ഞങ്ങൾക്ക് എവിടെയാണ് ഞങ്ങളുടെ ഫോഴ്സ് എവിടെ പോണേ? ഞങ്ങളുടെ ശക്തി എവിടെ ക്ഷയിക്കുന്നേ? ഞങ്ങൾക്ക് എവിടെ ബലമില്ലാതെ പോണേ? ഞങ്ങൾക്ക് എന്താ മനുഷ്യരെ വീണ്ടെടുക്കാൻ പറ്റാത്ത? ഞാൻ ഒരു ചെറുപ്പക്കാരൻ, നമ്മൾ ആര് വിചാരിക്കുന്നതിനേക്കാളും കടുത്ത മദ്യപാനിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ. അപ്പോൾ അവൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് എപ്പോഴും കരഞ്ഞ് പറയുമായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാമോ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാമോ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു പുരോഹിതന് ഒരു മനുഷ്യനെ രക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ ഞാൻ ഇവന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഡി അഡിക്ഷൻ, ധ്യാനങ്ങൾ, ചികിത്സ, ഇതൊന്നും ഫലിക്കാതെ വന്നപ്പോൾ കൂടെ കൊണ്ടുവന്ന് നിർത്തി. അവൻ എൻ്റെ പള്ളിമുറിയിൽ കുടിച്ച് ബോധമില്ലാതെ കിടക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് മുഴുവൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ, പലതവണ ജയിലിലാവും. കാരണം കള്ളു കുടിക്കുമ്പോൾ വയലൻ്റ് ആവും, സാധനങ്ങൾ അടിച്ചു തീർക്കും, പോലീസ് പിടിച്ചോണ്ട് പോവും, ജയിലിലാവും, വീണ്ടും ഇറങ്ങും. ഇത് തന്നെ പരിപാടി. ഞാൻ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫറായിപ്പോയി. ഞാനിങ്ങനെ ചിന്തിച്ചു, ചില മനുഷ്യർ രക്ഷപ്പെടുത്തില്ലായിരിക്കും. കാരണം നമുക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും ഇനി? ഒരു 2 ആഴ്ച മുമ്പ് ഈ ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ഞാൻ നോക്കുമ്പോൾ അന്ന് ഞാൻ കണ്ട ചെറുപ്പക്കാരനല്ല, ഇവൻ അടിമുടി മാറ്റം. ഇവൻ വളരെ യോഗ്യനായിരിക്കുന്നു. അന്ന് കണ്ട കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും മുഷിഞ്ഞ വസ്ത്രങ്ങളും, അന്ന് കുളിക്കാത്ത ശരീരവും, അന്ന് കണ്ട വികൃത രൂപവും, അടികൊണ്ട് പൊട്ടിയ മുഖവും, ഇതൊന്നുമല്ല. അവൻ വളരെ വളരെ മിടുക്കനായിട്ടിരിക്കുന്നു. ഞാൻ അവനോട് ചോദിച്ചു, എടാ നീ വല്ലാതെ മാറി. അവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ എന്നെ നന്നാക്കാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛനോട് വന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. അച്ഛനെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഇപ്പം നേരിട്ട് കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ മാറി അച്ഛാ, എനിക്ക് മാറ്റം വന്നു, എനിക്ക് ജോലിയുണ്ട്, ഇത് എൻ്റെ വണ്ടിയാണിത്, എനിക്ക് കല്യാണം കഴിക്കണോ ഇനി. ഞാൻ അവനോട് ചോദിച്ചു, നീ എങ്ങനെടാ മാറിയത്? അവൻ പറഞ്ഞു, ഞാൻ വെള്ളം സിനിമ കണ്ട് മാനസാന്തരപ്പെട്ടാന്ന് പറഞ്ഞു. ഞാൻ കമൻ്ററി പറയുന്നില്ല നിങ്ങളോട്, ഞാനിതിൻ്റെ കമൻ്ററി നിങ്ങളോട് ഞാൻ പറയുന്നില്ല. സിനിമ മോശമാണെന്നോ ഇനി സിനിമ കണ്ട ആളുകൾക്ക് നന്നായി കൂടാന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ദിവസങ്ങൾ കുറേ ആയിട്ടും അതെൻ്റെ തലേന്ന് പോണില്ല. അവൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സഭയും പൗരോഹിത്യമൊക്കെ തോറ്റെടുത്ത് സിനിമാക്കാരൻ ജയിച്ചെന്ന്. ഇത്രയേ ഉള്ളൂ.
ഒരു സിനിമാക്കാരന് ഒരു കള്ളുകൂടിയനെ മാനസാന്തരപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഈ പള്ളിക്ക് എന്തോരം ഒരാളെ മാറ്റാൻ പറ്റും? ഈ കോൺവെന്റിന് എന്തോരം പേരെ മാറ്റാൻ പറ്റും? ഈ പള്ളിമേടയ്ക്കും പ്രസ്ബിറ്ററിക്കും എന്തോരം പേരെ മാറ്റാൻ പറ്റും? ഈ രൂപതയ്ക്ക് എന്തോരം പേരെ മാറ്റാൻ പറ്റും? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പ്രോബ്ലം പ്രസന്റ് ചെയ്യുകയാണ്. സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രോബ്ലം, നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ചക്രവ്യൂഹത്തിനകത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നോർമൽ സ്റ്റാറ്റസ് ക്യൂ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഇനി മിനിമം പ്രോഗ്രാമുമായിട്ട് നമുക്ക് ജീവിച്ചാൽ നമ്മുടെ റെലവൻസ് ഇല്ലാതാവും, നമ്മൾ ഇല്ലാതാവും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇല്ലാതാവും. നമുക്ക് അതിശക്തമായ ഒരു ഫോഴ്സായിട്ട് മാറാൻ ഈ കാലഘട്ടത്തിൽ, അതായത് തിന്മ ഇങ്ങനെ മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ ഉണ്ടാക്കാവുന്നതിനേക്കാൾ ഡാമേജ് തിന്മ ഇങ്ങനെ ഒരു മഹാപ്രളയമായി ഒഴുകി നമ്മുടെ കുടുംബങ്ങളെ അപ്പാടെ തൂത്തു തുടച്ച് വൈപ്പ് ഔട്ട് ചെയ്ത് മാറ്റാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ LKG UKG 1ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ്സുകാരൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കാലത്ത് ഇനി നമുക്ക് ഈ മിനിമം ആത്മീയത കൊണ്ട്, മിനിമം ശുശ്രൂഷ കൊണ്ട്, മിനിമം പ്രോഗ്രാം കൊണ്ട് നമ്മൾ പോയാൽ ഏറിയാൽ ഒരു 10 വർഷം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാനിങ്ങനെ വായിച്ചു, കാത്തലിക് ചർച്ച് ഈസ് എ സ്ലീപ്പിംഗ് ജയന്റ്. കാത്തലിക് ചർച്ച് ഈസ് എ സ്ലീപ്പിംഗ് ജയന്റ്. ഉറങ്ങുന്ന ഒരു രാക്ഷസനാണ്, പക്ഷെ ഉറങ്ങുക. നമുക്ക് അസാധാരണമായ പൊട്ടൻഷ്യലുണ്ട്, നമുക്ക് അസാധാരണമായ ശക്തിയുണ്ട്, അസാധാരണമായ സിദ്ധികളുണ്ട്, അസാധാരണമായ റിസോഴ്സുകളുണ്ട്. ദൈവം നമുക്ക് ഓരോ വിശ്വാസിക്കും ഉള്ളിൽ നിറച്ച ആത്മീയ ഇന്ധനങ്ങളുണ്ട്. ഇതെല്ലാം ഒരു പവറായിട്ട് റിലീസ് ചെയ്ത് വരണമെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ് ദൈവത്തോട്, എവിടാണ് ഞങ്ങളുടെ ഈ പവർ വരാത്ത? എന്താ ഞങ്ങൾ കാലുകുത്തുന്ന ഇടങ്ങളിൽ മനുഷ്യർ മാറാത്ത? എന്താ ഞങ്ങളുടെ സംസാരം മനുഷ്യ ജീവിതങ്ങളെ കീഴടക്കാത്ത? എന്താ ഞങ്ങളുടെ ജീവിതം കുടുംബങ്ങളെ നേരെയാക്കാത്ത? അപ്പൊ എവിടെയോ നമ്മുടെ പവർ പോയി. അപ്പൊ അതിന് നമ്മൾ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ ധാരണയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ദൈവം നമുക്ക് വചനത്തിലൂടെ ഉത്തരം തരും, കർത്താവ് നമ്മളോട് സംസാരിക്കും, ദൈവം നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ മുമ്പിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇരിപ്പുണ്ട്, ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒരു ജനതയെ ദൈവം ഫോം ചെയ്തൊരു ജനതയെ ദൈവം നടത്തിയ വഴികളുടെ പാഠപുസ്തകം അതിനകത്തുണ്ട്. എല്ലാം ഈ ഭൂമിയിൽ നടന്നതും നടക്കുന്നതും നടക്കാൻ പോകുന്നതുമായ സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നമുക്ക് ഹൃദയം തുറന്ന് ഇത് വായിച്ചിട്ട് കർത്താവിനോട് പറയാം, കർത്താവേ ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് എവിടെയാണ് കാലിടറിയത്, എവിടെയാണ് പിഴ, ഇത് തിരിച്ചറിയാൻ ഞങ്ങൾ കർത്താവിലേക്ക് തിരിയുകയാണ്. ഇനിയൊന്ന് എഴുന്നേക്കാവോ? അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മൾ വചനത്തിലേക്ക് തിരിയുകയാണ്, ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മൾ തിരിയുകയാണ്. ഞാൻ ഇന്ന് 1-2 കാര്യങ്ങൾ ആമുഖമായിട്ട് സൂചിപ്പിക്കും. നാളെ മുതൽ ദൈവം അനുവദിച്ചാൽ നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ചിന്തകൾ, നമ്മുടെ ആത്മീയ ശക്തി അതിൻ്റെ ഏറ്റവും ഉച്ചഭാവത്തിൽ, ഉയർന്ന ഭാവത്തിൽ അത് വെളിപ്പെടുന്നതിന് നമ്മൾ ചില അടിസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് ദൈവം പറഞ്ഞു തന്നിട്ടുണ്ടെല്ലാം. അത് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആലോചിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ ആ കൃപ, ആ പവർ, നമ്മുടെ ആ ഫോഴ്സ് അത് തിരിച്ചു വരണം. നമുക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ട് ഈ നാളുകളിൽ. അതുകൊണ്ട് അതിന് വേണ്ട കൃപ നമ്മൾ രൂപപ്പെടുന്നതിന് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ, വചനത്തിന് മുമ്പിൽ ഇരിക്കാൻ പോവാണ്. ഇനിയൊന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ എളിമയോടുകൂടി ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ദൈവം നമുക്ക്
ഇസ്രായേലിൻ്റെ ജീവിതമാണ് നമുക്കൊരു മാതൃകയായിട്ട് കർത്താവ് തിരുവചനത്തിൽ തന്നിട്ടുള്ളത്. കോരിന്തോസുകാർക്ക് അപ്പസ്തോലനായ പൗലോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 10-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 കോരിന്തോസ് 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാർ 1 കോരിന്തോസ് എടുക്കുക. 1 കോരിന്തോസ് 10-ാം അധ്യായം 1 മുതൽ വായിക്കാം. 1 കോരിന്തോസ് 10:1 മുതൽ വായിക്കാം. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിൽ ആയിരുന്നെന്നും കടലിലൂടെ കടന്നെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാവരും മരുഭൂമിയിൽ വെച്ച് ചിതറിക്കപ്പെട്ടു. അവരെ പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്ക് ഒരു പാഠമാണ്. അവരെ പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്കൊരു പാഠമാണ്. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകർ ആകരുത്. തിന്നാനും കുടിക്കാനുമായി ജനം ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് അവരെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. അവരിൽ ചിലർ ചെയ്തതുപോലെ കർത്താവിനെ നാം പരീക്ഷിക്കരുത്. അവരെല്ലാവരും പാമ്പ് കടിയേറ്റ് മരിച്ചു. അവരിൽ ചിലർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കരുത്. സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. വാക്യം 11 ഉച്ചത്തിൽ വായിക്കുക. ഇതെല്ലാം അവർക്ക് സംഭവിച്ചത് ഒരു താക്കീതായിട്ടാണ്, നമുക്ക് ഒരു പാഠമാകേണ്ടതിന് ഇവയെല്ലാം. അതായത് പുതിയ നിയമ വിശ്വാസി പഴയ നിയമ സംഭവങ്ങൾ വായിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഒരു പാഠമാകാൻ വേണ്ടിയിട്ടാണ്. അതായത് ജീവിതം എല്ലായിടത്തും എല്ലാവർക്കും ഏതാണ്ട് ഒരുപോലാണ്. അത് ലോകത്തെവിടെയാണെങ്കിലും മനുഷ്യൻ്റെ ജീവിതം, സംസ്കാരങ്ങൾ മാറി വന്നാലും ജീവിത രീതികൾ മാറി വന്നാലും മനുഷ്യൻ്റെ ആകമാന ജീവിതം പരിശോധിക്കുമ്പോൾ എല്ലായിടത്തും മനുഷ്യൻ്റെ ജീവിതം ഒരുപോലെ തന്നെയാണ്. എനിക്ക് പരിചയമുള്ളൊരു കുട്ടി കാനഡയിൽ നിന്ന് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ ആളുകൾക്കല്ല, യൂത്തിന്, ചെറുപ്പക്കാർക്കുള്ളതെന്ന്. എന്നാൽ ഇതെല്ലായിടത്തും ഈ പ്രായത്തിലുള്ള ആളുകൾ ഒരുപോലാണ്. ആ കുട്ടി പറഞ്ഞ നിരീക്ഷണം ശരിയാണ്. അതായത് എല്ലായിടത്തും ഉള്ള ആളുകളുടെ പ്രശ്നങ്ങൾ ഏതാണ്ട് പൊതുവായിട്ട് എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ്. എല്ലാം ഒരുപോലെ തന്നെയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മെജുഗോരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ച് ചെലവഴിക്കുമ്പോൾ മലയാളികൾ ഒന്നും അധികം ആ സമയത്ത് വരാത്തൊരു സമയമാണത്. അപ്പോൾ നമുക്ക് സ്വതന്ത്രമായിട്ട് അതിലെല്ലാം നടക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ അങ്ങനെ ആരും പ്രാർത്ഥന ചോദിച്ചൊന്നും വരില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഇംഗ്ലീഷുകാരനാണ്. അവനും അവൻ്റെ ചെറുപ്പക്കാരിയായ ഭാര്യയും രണ്ടുപേരും ഞാൻ പള്ളിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി. ഞാനിവരെ ശ്രദ്ധിക്കാൻ കാരണം ഒരു പ്രത്യേക തരത്തിലുള്ള ഈ പാരമ്പര്യ രീതികൾ തോന്നിപ്പിക്കുന്ന ഒരു പ്രത്യേക ഡ്രസ്സാണ് ഈ സഹോദരി ധരിച്ചിരുന്നത്. അതൊരു സാധാരണ നമ്മൾ യൂറോപ്യൻസൊക്കെ ധരിക്കുന്നതായിട്ട് കാണുന്ന ഒരു വേഷമല്ല. അപ്പോൾ ഇത് ഒരു പ്രത്യേക പല നിറത്തിലൊക്കെയുള്ള ഈ ഡ്രസ്സ്, എൻ്റെ ഫ്രണ്ടിലാണ് ഇവർ മുട്ടുകുത്തിയത്. അതുകൊണ്ട് ഈ ഒരു പ്രത്യേക ഡ്രസ്സ് ധരിച്ച് നിൽക്കുന്ന സഹോദരിയെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ സഹോദരിയെ ശ്രദ്ധിച്ചപ്പോൾ കൂടെ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനെയും കണ്ടു. വിശുദ്ധ കുർബാനയായിരുന്നു. അത് കഴിഞ്ഞ് സമാധാനം തരാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ ഞാൻ ആളുകളോട് നിൽക്കുകയാണ്. ഈ മനുഷ്യൻ എനിക്ക് സമാധാനം തന്നപ്പോൾ അവൻ്റെ മുഖം ഞാൻ കണ്ടു. ഞാൻ അവനെ നോക്കി ചിരിച്ചു, അവൻ എന്നെ നോക്കിയും ചിരിച്ചു. കുറച്ച് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ആ തെരുവിലൂടെ നടക്കുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും എതിരെ വരുന്നത് കണ്ടു. അപ്പോഴും ഞാൻ അവരെ നോക്കി ചിരിച്ചു, അവരെന്നെ നോക്കി ചിരിച്ചു. പിന്നെ മൂന്നാമത്തെ തവണ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഇവരെ ഞാൻ കണ്ടു. ഞാൻ അവരെ നോക്കി ചിരിച്ചു, അവരെന്നെ നോക്കി ചിരിച്ചു. ക്ലീശയാവുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ പറഞ്ഞ് നടന്നത് അതുപോലെ പറയണമല്ലോ. ഇനി വീണ്ടും
നാലാമതൊരു സ്ഥലത്ത് വെച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു സഹോദരനുണ്ട്. ഇവർ വന്ന് തൊട്ടടുത്ത ടേബിളിൽ അവർ വന്നിരുന്നു. ഞാൻ അവരെ നോക്കി ചിരിച്ചു, അവരെന്നെ നോക്കിയും ചിരിച്ചു. ഇത്തവണ ഞാൻ എൻ്റെ കൂടെ വന്ന ആളോട് പറഞ്ഞു, ഇവരെന്താ ഇങ്ങനെ നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മളിവരെ കാണുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ അവർക്ക് നമ്മളോടോ നമുക്ക് അവരോടോ പറയാൻ എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് ഇനി നമ്മളിവരെ കണ്ടാൽ ഇവരോട് സംസാരിക്കാതെ ഇവരെ വിടരുത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അന്ന് രാത്രിയിൽ വീണ്ടും സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഇവർ ഞങ്ങൾക്കെതിരെ വന്നു. ഞാൻ അവരെ നോക്കി നന്നായിട്ട് ചിരിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിന്റെ ചിരി വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് സംസാരിക്കാൻ ഒരു തുടക്കമായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നിന്റെ ചിരിയും അതിനേക്കാൾ നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ്? അവൻ എന്നോട് പറഞ്ഞു, ഞാൻ അയർലൻഡിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു, അയർലൻഡിൽ ഒരാളെ എനിക്ക് പരിചയമുണ്ട്. അവൻ പറഞ്ഞു, ആരാണ്? ഞാൻ പറഞ്ഞു, വിശുദ്ധ പാട്രിക്. അയർലൻഡിൽ എനിക്ക് ആകെയുള്ള പരിചയം അദ്ദേഹമാണ്. അതപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ പേരും പാട്രിക് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അത്ഭുതമായിരിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞു, ഇതും കൂടെ ചേർത്ത് 5ാമത്തെ തവണയാണ് ഞാൻ നിന്നെ കാണുന്നത്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എനിക്ക് നിന്നോടോ നിനക്ക് എന്നോടോ പറയാൻ എന്തോ ഉണ്ട്. ഞാൻ പറയാം ആദ്യം, ഞാനൊരച്ഛനാണ്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറയുമ്പോൾ ഈ അയർലൻഡുകാരൻ ആ സ്ട്രീറ്റിൽ നിന്ന് മുള ചീന്തുന്നത് പോലെ കരഞ്ഞു. അവൻ ഓടിപ്പോയി അവൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്നു. എൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഈ പ്രീസ്റ്റ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഫാദർ, ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, ഒരുമിച്ച് കുറച്ച് നാൾ ജീവിച്ചു. ഇപ്പം ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഫൈറ്റാണ്. ഞങ്ങൾ പിരിയാൻ പോവാണ്. ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നാണ്. ഞങ്ങളുടെ കുടുംബം ഒന്ന് നിലനിൽക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല. നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഞാൻ ആ സ്ട്രീറ്റിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ 1 മിനിറ്റ് നിൽക്കുമോ? ഞാൻ പറഞ്ഞു, നിൽക്കാം. അവനൊരു 7-8 അയർലൻഡുകാരെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചുറ്റിന് സായിപ്പന്മാർ കൂടി. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ആ സ്ട്രീറ്റിലൂടെ പോകുന്ന പല ഭാഷക്കാർ എൻ്റെ ചുറ്റിനും പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്. അവർക്ക് എന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ. ആരോ ഒരാൾ പ്രാർത്ഥിക്കുന്നു, അവർ പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്. ഞാൻ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. മിനിറ്റുകൾ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ പാട്രിക് അയർലൻഡുകാരൻ എന്നോട് പറയുകയാണ്, നീ ഇവിടെ ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ആ കടയിൽ കയറാൻ വന്നതാണ്. നീ ആ കടയിലുണ്ടാവുമോ? ഞാൻ പറഞ്ഞു, ഉണ്ടാവും. എന്നാൽ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവനൊരു 10-25 അയർലൻഡുകാരെ അവിടുന്ന് ഇവിടുന്നെല്ലാം പിടിച്ചുകൊണ്ട് വന്നിട്ട്, ഈ പ്രീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ അവിടെ ഞാൻ ചിലവഴിച്ച ഏതാണ്ട് 10-45 മിനിറ്റ് ഞാൻ കണ്ടു. ഞാൻ ഈ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ അറിയാത്ത ഈ മനുഷ്യർ, എനിക്കറിയാത്ത ഈ മനുഷ്യർ പൊട്ടി കരയുകയാണ്. അവരുടെ എല്ലാം ഉള്ളിൽ ഒരു പുരോഹിതൻ പ്രാർത്ഥിക്കേണ്ട എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തരാണ് തെരുവിൽ വെച്ചിട്ട്. എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും മനുഷ്യൻ്റെ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ്. എല്ലായിടത്തും, അതേത് ഭാഷയാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും ലോകത്തെല്ലായിടത്തും മനുഷ്യൻ്റെ വിഷയങ്ങൾ ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതം ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും മനുഷ്യൻ്റെ ജീവിതം ഏതാണ്ട് ഇങ്ങനെ സാമാന്യമായി ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് ദൈവം ഈ വേദപുസ്തകത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് സമാനതകൾ കണ്ടെത്താൻ കഴിയുന്ന ചില ജീവിതാനുഭവങ്ങൾ ഈ തിരുവെഴുത്തിൽ നമുക്ക് എഴുതി തന്നിട്ട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് പോകാനാവാത്ത ഒരു പ്രതിസന്ധി വന്നാൽ നിങ്ങൾ ഈ ജീവിതങ്ങളിലേക്ക് നോക്കണം. ഈ ജീവിതങ്ങൾ നിങ്ങൾക്ക് ദിശാബോധം തരും. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഈ ജീവിതങ്ങളിൽ കണ്ടെത്തും. ഞാൻ 365 ദിവസം കൊണ്ട് തീരുന്ന ഒരു ബൈബിൾ വായനാ പദ്ധതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആമുഖം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. നമ്മൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ രക്ഷാകര കഥ വായിക്കുമ്പോൾ ഈ പുസ്തകത്തിനകത്ത് നമ്മളെ കണ്ടെത്തുന്നു. ഈ പുസ്തകം അബ്രഹാമിൻ്റെ ജീവിതം പറയുമ്പോൾ വായനക്കാരായി നമ്മൾ കാണുന്നത് അബ്രഹാമിനെ അല്ല, നമ്മളെയാണ്. അബ്രഹാമിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നു.
ഇസഹാക്കിന്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നു, ജോസഫിന്റെ സ്ഥാനത്ത് നീ നിന്നെ കണ്ടെത്തുന്നു, യൂദായുടെ സ്ഥാനത്ത് അയാളെ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ജീവിതങ്ങൾക്കും ബാധകമാവുന്ന ചില ജീവിതങ്ങളെ ദൈവം തിരുവെഴുത്തുകളിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ശ്രദ്ധിക്കുക, ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്കൊരു പാഠമാകാൻ വേണ്ടിയാണ്. ഇത് ലെസണാണ്. ഇതെല്ലാം നമുക്ക് എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്കൊരു പാഠമാവാനാണ്. അതുകൊണ്ട് ഇപ്പോ 2025 നമ്മളെ നോക്കി തിരിച്ചറിയുന്നു, നമുക്ക് എന്തോ ഒരു തകരാറ് വരുന്നുണ്ട്. എല്ലാം നമ്മൾ ചെയ്യുന്നത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. സഭയ്ക്ക് ദിശാബോധം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാവും. നമുക്ക് ദിശാബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ തെറ്റാവും. പക്ഷേ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, നമുക്ക് എവിടെയോ നമ്മുടെ ട്രാക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്, എവിടെയോ നമുക്ക് വഴി മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ സ്ഫോടന ശേഷി അതുപോലെ പുറത്തു വരുന്നില്ല. ഒരു നനഞ്ഞ പടക്കം പോലെ നമ്മൾ പൊട്ടാതായി പോവാണ്. നമുക്ക് നമ്മുടെ അകത്ത് ദൈവം നിക്ഷേപിച്ച മാരക സംഹാര പ്രഹരശേഷി പുറത്തു വരാതെ അതെവിടെയോ പതിഞ്ഞു പോയി. അതിന് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ എവിടെയും തിരിയരുത്. മറ്റൊരു സംസ്കാരത്തിലേക്കോ മറ്റൊരു മതഗ്രന്ഥത്തിലേക്കോ മറ്റൊരു ടെക്സ്റ്റ് ബുക്കിലേക്കോ അല്ല നമ്മൾ തിരിയേണ്ടത്. നമുക്ക് പാഠമാവാൻ ദൈവം ഒരു ജീവിതത്തെ ദൈവം ഈ ഭൂമിയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് ഒരു കാലത്ത് ഒരുക്കി അവരെ കുറിച്ച് നമുക്ക് ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്. അവരെ നോക്കിയാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവർക്ക് സംഭവിച്ചതാണ് നമുക്ക് സംഭവിച്ചത്, അവർക്ക് സംഭവിച്ചതാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു തർക്കമില്ല. അതുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കാൻ ദൈവം ഇടപെട്ട ഒരു ജനതയുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിയുകയാണ്. നമുക്ക് നമ്മുടെ യാത്രയെ ഏകാഗ്രമാക്കുന്നതിന് ഞാൻ ഈ ജനതയെ ദൈവം നയിച്ച പ്രധാനപ്പെട്ട ചില മുഹൂർത്തങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ നമുക്ക് വേണ്ട പാഠങ്ങളുണ്ടാവും. ആ മുഹൂർത്തങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് എല്ലാവർക്കും അറിയാവുന്ന ചില പശ്ചാത്തലങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അബ്രഹാമിലാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. അബ്രഹാം കാനാൻ ദേശത്ത് ദൈവത്തിൻ്റെ ആജ്ഞപ്രകാരം എത്തിച്ചേർന്നു. കാനാൻ ദേശത്ത് ജീവിച്ചു, മരിച്ചു. മകൻ ഇസഹാക്ക് കാനാൻ ദേശത്ത് ജീവിച്ചു, മരിച്ചു. മകൻ യാക്കോബ് കാനാൻ ദേശത്ത് നിന്ന് ഒളിച്ചോടേണ്ടി വന്നെങ്കിലും പിന്നീട് തിരികെ എത്തി, അവിടെ ജീവിച്ചു. വാർദ്ധക്യത്തിലെത്തിയപ്പോൾ കാനാനിൽ നിന്ന് മകൻ ജോസഫിൻ്റെ ക്ഷണപ്രകാരം ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. എന്നാൽ ഈജിപ്തിൽ വെച്ച് മരിച്ചെങ്കിലും അയാളെ കൊണ്ടുവന്ന് കാനാൻ ദേശത്ത് അടക്കി. ജോസഫും പിന്നീട് 400 വർഷം അയാളുടെ സഹോദരങ്ങളും അവരുടെ അനന്തര തലമുറയും ഈജിപ്തിൽ ജീവിച്ചെങ്കിലും അവർ മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തേക്ക് തിരിച്ചു വരാനായി ഒരു യാത്ര ആരംഭിച്ചു. കാനാൻ ദേശത്തേക്കുള്ള ഈ യാത്രയാണ് സ്വർഗീയ കാനാനിലേക്കുള്ള സഭയുടെ യാത്രയുടെ ആദി രൂപം, മോഡൽ. അതുകൊണ്ട് സ്വർഗീയ കാനാനിലേക്ക് യാത്ര ചെയ്യുന്ന സഭ ഈ ജീവിതയാത്രയിൽ പരിശോധനാ വിഷയമാക്കേണ്ടത് ഭൂമിയിലെ കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്ത ഇസ്രായേൽ ജനതയാണ്. അതുകൊണ്ട് നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ചില നിർണായക ഘട്ടങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു. അപ്പോൾ ഈ ജനം ഈജിപ്തിൽ നിന്ന് യാത്ര തിരിച്ച് കാനാൻ ദേശത്തേക്ക് പോവുകയാണ്. ഞാൻ പൊതുവായ ചില കാര്യങ്ങൾ ആദ്യം സൂചിപ്പിക്കാം. ഒന്നാമത്തേത്, ദൈവം, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. പറയാമോ? അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം. ഇത് നമ്മളെ സംബന്ധിച്ച് ദൈവത്തെക്കുറിച്ച് പറയാവുന്ന ഒരു വിശേഷണം മാത്രമല്ല. ഇതാണ് ഇസ്രായേലിൻ്റെ ദൈവത്തെ സ്വയം പരിചയപ്പെടുത്താൻ ദൈവം ഉപയോഗിച്ചിരുന്ന ഒരു വാചകമാണിത്. അതായത് ദൈവം തന്നെ ആർക്കെങ്കിലും പരിചയപ്പെടുത്തുമ്പോൾ ആ ദൈവം തന്നെ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ്,
അത് ദൈവത്തിന് സ്വയം പരിചയപ്പെടുത്തലിൻ്റെ ഒരു പ്രസ്താവനയായിരുന്നു. ദൈവം സെൽഫ് ഇൻട്രഡക്ഷൻ്റെ ഭാഗമായിട്ട് ആ ജനതയോട് പറഞ്ഞിരുന്നു, ഞാൻ ആരാണ്. മോശ ചോദിക്കുമ്പോഴാണ് ഞാൻ ആകുന്നവനാകുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷേ പലയിടങ്ങളിലും ദൈവം തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ദൈവം പരിചയപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഈ ദൈവം ജോസഫിൻ്റെ കാലം വരെ അവരുടെ മനസ്സിൽ സജീവമായ ഒരു ഓർമ്മയായിരുന്നു. ലിവിങ് മെമ്മറിയാണ് ഈ ദൈവം, അബ്രാഹത്തിൻ്റെ ദൈവം. ജോസഫിൻ്റെ കാലം വരെ ഈ ദൈവത്തെക്കുറിച്ച് ആരോട് ചോദിച്ചാലും അറിയാം. നിങ്ങളുടെ ദൈവമാരാണെന്ന് ഈജിപ്തിലെ ജോസഫിൻ്റെ കാലത്തുള്ള ഒരു യഹൂദനോട് ചോദിച്ചാൽ അവൻ പറയും, ഞങ്ങളുടെ ദൈവം അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. എന്നാൽ പിന്നീടൊരു അപകടം ഉണ്ടായി. അടുത്ത തലമുറ വന്നപ്പോഴേക്കും ജീവിക്കുന്നത് വിശ്വാസം പരിപോഷിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്താണ്. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഇതര സംസ്കാരത്തിൻ്റെ ജീവിതക്രമങ്ങളാണ്. ഈജിപ്തുകാരെ പോലെ ഡ്രസ്സ് ധരിക്കേണ്ടി വരുന്നു, ഈജിപ്തുകാരെ പോലെ ഭക്ഷണം കഴിക്കേണ്ടി വരുന്നു, ഈജിപ്തുകാരുടെ വസ്ത്രധാരണ രീതി, ഭക്ഷണക്രമം, ഈജിപ്തിലെ ഉത്സവങ്ങളിൽ പങ്കുചേരേണ്ടി വരുന്നു, ഈജിപ്തിലെ പെരുമാറ്റ മര്യാദകൾ സ്വായത്തമാക്കുന്നു. 400 വർഷം എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ ഭാഷയിൽ 10 തലമുറയാണ്. 10 ജനറേഷൻസ്. 40 വർഷമാണ് ബൈബിളിൻ്റെ ഭാഷയിൽ ഒരു തലമുറ. 10 തലമുറ ഈജിപ്തിൽ കഴിഞ്ഞപ്പോൾ ഈ ജനത ഏതാണ്ട് മിക്കവാറും തന്നെ ഈജിപ്തുകാരെ പോലെയായി. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ അവർക്ക് അവരുടെ ഐഡന്റിറ്റി, അവരുടെ സ്വത്വം, തനിമ, അവരെ മറ്റ് ജനതകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പറയാൻ പ്രത്യേകിച്ചൊരു ഉത്തരവില്ല. എല്ലാം മറ്റുള്ളവരെ പോലെ തന്നെ. അപ്പോൾ ഒരു വാചകം ബൈബിളിൽ നമ്മൾ വായിക്കും, ജോസഫിനെ അറിയാത്ത ഒരു ഫറവോ ഉയർന്നു വന്നു. ബൈബിള് മനോഹരമായ ആശയങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ നല്ല മിടുക്കുള്ളൊരു പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ ബൈബിളിന് ഒരു ഗോപ്യ ഭാഷയുണ്ട്, ബൈബിളിന് ഒരു ഹൈഡിങ് ടെൻഡൻസി ഉണ്ട്. എല്ലാ കാര്യങ്ങളും ബൈബിൾ വ്യക്തതയോടെ പച്ചയ്ക്ക് പറയില്ല. ചില കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നവർക്ക് കിട്ടാൻ വേണ്ടി നിഗൂഢമായിട്ട് വെക്കും. അങ്ങനൊരു രീതി ബൈബിളിൻ്റെ ഈ രചനാ രീതിക്കുണ്ട്. അപ്പോൾ ബൈബിൾ ഇത്രേ പറയൂ, ജോസഫിനെ അറിയാത്ത ഫറവോ വന്നു. പക്ഷേ ദൈവാത്മാവ് അവിടെ പറയാതെ വച്ചൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പറയാതിരുന്നൊരു കാര്യമുണ്ട്. നമുക്ക് ശ്രദ്ധിച്ച് വായിച്ചാൽ കുഴിച്ചെടുക്കാവുന്നൊരു നിധിയുണ്ട്. ആ നിധി ഇതാണ്, ആ ഇൻഫർമേഷൻ ഇതാണ്. ജോസഫിനെ അറിയാത്ത ഫറവോ വന്നു എന്നല്ല, യഹോവയെ അറിയാത്ത ഒരു ജനത വന്നു എന്നാണ് ബൈബിള് പറയാതെ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഈജിപ്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ യഹൂദന്റെ ചരിത്രമറിയാത്ത ഒരു രാജാവ് വന്നു എന്നുള്ളതല്ല, തങ്ങളുടെ ചരിത്രം മറന്നുപോയ ഒരു ജനത വന്നു എന്നുള്ളതാണ് യഥാർത്ഥ ഇഷ്യൂ. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥ പ്രശ്നം പൊളിറ്റീഷ്യൻസ് മാറി എന്നുള്ളതല്ല, നമ്മൾ മാറി എന്നുള്ളതാണ്. യഥാർത്ഥ പ്രശ്നം ഭരണം മാറി എന്നതല്ല, നമ്മൾ മാറി എന്നുള്ളതാണ്. യഥാർത്ഥ പ്രശ്നം നമ്മളെ ഭരിക്കുന്നവരുടെ സ്വഭാവം മാറി എന്നല്ല, നമ്മൾ മാറി എന്നാണ്. പറഞ്ഞ ഹല്ലേലൂയാ. ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പൊ ജോസഫിനെ അറിയാത്ത ഒരു ഫറവോ വന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 തലമുറയായി അബ്രഹാമിൻ്റെ ദൈവത്തെ, ഇസഹാക്കിൻ്റെ ദൈവത്തെ, യാക്കോബിൻ്റെ ദൈവത്തെ മറന്നുപോയ ഒരു ജനത ഇവിടെ ഉയർന്നു വന്നു. ഇപ്പൊ യഹൂദന് പേര് മാത്രമേ ഉള്ളൂ യഹൂദന്. ഭക്ഷണം ഈജിപ്തുകാരൻ്റെ, വസ്ത്രം ഈജിപ്തുകാരൻ്റെ, ആചാരങ്ങൾ ഈജിപ്തുകാരൻ്റെ, ഭാഷ ഈജിപ്തുകാരൻ്റെ, ജീവിതക്രമം ഈജിപ്തുകാരൻ്റെ. എല്ലാ അർത്ഥത്തിലും ഇവർ ഈജിപ്തുകാരെ പോലെ ഐഡന്റിഫൈഡായി, താതാത്മ്യപ്പെട്ടു. ശ്രദ്ധിക്കണം. ഈജിപ്തിൽ നിന്ന്
ഇസ്രായേൽക്കാരെ കാനാൻ ദേശത്ത് എത്തിക്കുന്നതിനേക്കാളും ദൈവത്തിൻ്റെ മുമ്പിലെ യഥാർത്ഥ പ്രശ്നം, ശ്രദ്ധിക്കണം, ഈജിപ്തുകാരിൽ നിന്ന് ഇസ്രായേൽക്കാരെ മോചിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം ഈജിപ്തിനെ ഇസ്രായേൽക്കാരിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. The issue was not bringing Israel out of Egypt, rather getting Egypt out of them. അവരുടെ അകത്തുനിന്ന് ഈജിപ്തിനെ പുറത്താക്കുകയായിരുന്നു ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മുടെ ദൈവം നമ്മളെ നോക്കുമ്പോൾ നേരിടുന്നതും ഇതേ പ്രശ്നമാണ്. നമ്മളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതിനേക്കാൾ നമ്മുടെ അകത്ത് ലോകം കിടക്കുകയാണ്. ലോകത്തെ നമ്മളിൽ നിന്ന് എങ്ങനെ പുറത്താക്കാം, ഇതാണ് ദൈവത്തെ റിയൽ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ. ജിയോഗ്രഫിക്കലി ഇവരെ ഇവിടുന്ന് ഇവിടെ എത്തിക്കുന്നതല്ല, സ്പിരിച്വലി ഇവരുടെ അകത്തുനിന്ന് ഈജിപ്തിനെ പുറത്തിയടിക്കുന്നതാണ്. ദൈവം 10 മഹാമാരികൾ ഈജിപ്തിൽ പ്രവർത്തിച്ചു. ഈ 10 മഹാമാരികളുടെയും ഉദ്ദേശം ഈജിപ്തിലെ ദേവന്മാർ നിസാരക്കാരാണെന്നും ഒന്നുമല്ലാത്തവരാണെന്നും ശക്തിയില്ലാത്തവരാണെന്നും ഈജിപ്തിലെ ജീവിതമല്ല യഥാർത്ഥ ജീവിതമെന്നും ബോധ്യപ്പെടുത്താനാണ് ദൈവം 10 മഹാമാരികൾ ചെയ്തത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഓരോ മഹാമാരിയും ഈജിപ്തിലെ ഓരോ ദേവനെതിരെയുള്ള പ്രഹരമായിരുന്നു. 10 മഹാമാരികളിലെ ഓരോ മഹാമാരിയും ഈജിപ്തിലെ ഓരോ ദേവന്മാർക്കെതിരെയുള്ള പ്രഹരമായിരുന്നു. അപ്പോൾ ദൈവം, ശ്രദ്ധിക്കുക, ദൈവം ഇസ്രായേൽക്കാരെ കാണിച്ചു കൊടുക്കുകയാണ്, ഈജിപ്തിലെ ദേവന്മാരല്ല യഥാർത്ഥ ദൈവം, ഈജിപ്തിലെ ജീവിതമല്ല യഥാർത്ഥ ജീവിതം, ഈജിപ്തുകാരല്ല നിങ്ങൾ, നിങ്ങളുടെ ഐഡന്റിറ്റി ഇതല്ല, നിങ്ങൾ വേറിട്ടൊരു ജനതയാണ്, നിങ്ങളുടെ ശീലങ്ങൾ ഇതല്ല, നിങ്ങളുടെ കാഴ്ചപ്പാട് ഇതല്ല, നിങ്ങളുടെ നോട്ടം അവരുടെ നോട്ടം വെക്കുന്നിടത്തേക്കല്ല, നിങ്ങൾ മൊത്തത്തിൽ വേറിട്ട വേറൊരു ജനതയാണ്. ഇനി നിങ്ങൾ പുറപ്പാട് പുസ്തകവും ലേവ്യരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പുസ്തകങ്ങളാണ് ലേവ്യരുടെ പുസ്തകമൊക്കെ. പക്ഷെ അതിനകത്ത് ദൈവം ചട്ടിക്കകത്തൊരു പല്ലി വീണാൽ എന്ത് ചെയ്യണം, ഒരു സ്ത്രീക്ക് മാസാമാസം അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളുടെ സമയത്ത് എന്ത് ചെയ്യണം, ഒരു കുട്ടി പ്രായപൂർത്തിയാവുമ്പോൾ എന്ത് ചെയ്യണം, ഒരാൾക്ക് കുഷ്ഠം പിടിച്ചാൽ എന്ത് ചെയ്യണം, നിന്റെ കൂരക്കടിച്ചിരിക്കുന്ന പെയിന്റിന്റെ നിറം മങ്ങിയാൽ എന്ത് ചെയ്യണം, ഇങ്ങനെ തുടങ്ങി അടുക്കള മുതൽ കിടപ്പുമുറി വരെയുള്ള സകല കാര്യങ്ങളിലും ഇടപെട്ട് അവർക്ക് നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊടുക്കുമ്പോൾ ഒരു സാധാരണ വായനക്കാരൻ വിചാരിക്കും, എന്തിനാണ് ഇതിനകത്തെല്ലാം അഭിപ്രായം പറയുന്നത്? ചട്ടിക്കകത്തൊരു പല്ലി വീണാൽ യഹോവ അഭിപ്രായം പറയേണ്ടതുണ്ടോ? ഇങ്ങനെ ഓരോ മൈന്യൂട്ടായ കാര്യത്തിൽ വരെ ഈ ജനത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പറഞ്ഞ് ഇടപെട്ട് ദൈവം അവരെ സംഹൗ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ മറ്റ് ജനതകളെ പോലെ അല്ല, നിങ്ങളുടെ ഐഡന്റിറ്റി വേറെയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ? ലേവ്യരുടെ പുസ്തകത്തിലെ മുഴുവൻ ആചാര നിയമങ്ങളും ജീവിത നിയമങ്ങളും മുഴുവൻ ദൈവം പറഞ്ഞത് നിയമം കൊടുക്കുമ്പോൾ ഒരു സാഡിസ്റ്റായ ദൈവത്തിന് ഉണ്ടാവുന്ന സന്തോഷം അനുഭവിക്കാനല്ല, മറിച്ച് സംഹൗ ദൈവം ഇവരെ കൺവിൻസ് ചെയ്യണം, നിങ്ങൾ ഈജിപ്തുകാരെ പോലെ അല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. പെസഹായ്ക്ക് കൊല്ലേണ്ടിയിരുന്നത് കുഞ്ഞാടിനെയാണ്. എന്തുകൊണ്ടാണ് കുഞ്ഞാടിനെ കൊല്ലാൻ പറഞ്ഞത്? കുഞ്ഞാടിനെയാണ് ഈജിപ്തുകാർ ആരാധിക്കുന്നത്. ഈജിപ്തുകാർ ആരാധിക്കുന്ന കുഞ്ഞാടിനെ കൊല്ലുമ്പോൾ ഇസ്രായേൽക്കാരന് മനസ്സിലാവും, അവൻ ആരാധിക്കുന്നതിനെ ഞാൻ തള്ളിപ്പറയുകയാണ്, ഞാൻ അതിനെ റെനൗൺസ് ചെയ്യുകയാണ്. ഇങ്ങനെ ഓരോ മൈന്യൂട്ടായ കാര്യത്തിൽ ഇടപെട്ട് ദൈവം ഈ യാത്രയിൽ ഇസ്രായേൽക്കാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, നിങ്ങൾ തികച്ചും വേറിട്ട ഒരു ജനതയാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ, അതായത് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളിലെ പ്രധാനപ്പെട്ടൊരു പാഠമാണ്, നമ്മൾ മറ്റ് ജനതകളെപ്പോലെ അല്ല. എന്തിൽ? ഇന്ന് പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ വേഷവിധാനത്തിലല്ല, അത് നമ്മൾ ആരെപ്പോലെയും ഡ്രസ്സ് ചെയ്യാം. ഭക്ഷണം,
നിങ്ങൾക്ക് അറബി ഫുഡും കഴിക്കാം, ഇന്ത്യൻ ഫുഡും കഴിക്കാം, കോഷർ ഫുഡും കഴിക്കാം, യൂറോപ്യൻ ഫുഡും കഴിക്കാം, കോണ്ടിനെൻ്റൽ ഫുഡും കഴിക്കാം, അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തെ ലഞ്ച് കഴിക്കാം. ഇതല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ മറ്റ് ജനതകളെ പോലെ അല്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, അല്ലെ എനിക്ക് മനസ്സിലായിടത്തോളം, നമുക്ക് പറ്റിയ അപകടങ്ങളിലെ ഒന്നാമത്തെ അപകടം, നമുക്ക് ഇത് മനസ്സിലായിട്ടില്ല. നമ്മൾ ഒരു പരിധി വരെ മറ്റുള്ളവരെ പോലെ തന്നെയാണ് ചിന്തിക്കുന്നതും നിലപാടുകളും കാഴ്ചപ്പാടുകളും പെരുമാറ്റങ്ങളും നിരീക്ഷണവും സ്വഭാവവും ഒക്കെ മറ്റുള്ളവരെ പോലെ തന്നെയാണ്. ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ടവരുടെ നവീകരിക്കപ്പെട്ട ഒരു പെർസ്പെക്റ്റീവ് ഇനിയും സ്വായത്തമാക്കാൻ നമുക്കധികം കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്കിത് സ്ഥാപിക്കാൻ പറയാൻ കഴിയും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഉദാഹരണത്തിന്, ഒരു പുതിയ നിയമവിശ്വാസിയെ സംബന്ധിച്ച് കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടെ കൊടുക്കണം. ഒരുത്തൻ നമ്മുടെ 1/2 സെന്റ് മാന്തി, എന്നാ ചെയ്യും? നിങ്ങളുടെ മാന്തണ്ട, ധ്യാനകേന്ദ്രത്തിൻ്റെ മാന്തി, എന്നാ ചെയ്യും? ഒരു സെന്റ് കൊടുക്കുമോ? ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും, കേസ് കൊടുക്കും. നിന്റെ ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കണം. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവൻ്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറരുത്. ചോദിക്കുന്നവന് കൊടുക്കണം. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോകണം. ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ ചെയ്യേണ്ടതാണെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ അയൽവക്കത്തുള്ള ഹൈന്ദവനും ഇസ്ലാം സഹോദരനും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും എൻ്റെ നിലപാട്. അതാണ് ന്യായമെന്നും അതാണ് നീതിയെന്നും മറ്റുള്ളവരെ പോലെ തന്നെ ഞാൻ ചിന്തിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവം പറഞ്ഞു, ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ റിയൽ പവർ വെളി വരണമെങ്കിൽ നിങ്ങൾ ആദ്യം തിരിച്ചറിയണം, നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല. യു ഹാവ് എ സെപ്പറേറ്റ് ഐഡന്റിറ്റി. ലോകം കാണുന്ന പോലല്ല നീ ഒരു കാര്യത്തെ കാണേണ്ടത്. ലോകം ചിന്തിക്കുന്നത് പോലല്ല നീ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ലോകം പെരുമാറുന്നത് പോലല്ല നീ ഒരു കാര്യത്തിൽ പെരുമാറേണ്ടത്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, സുവിശേഷത്തിൽ ഈശോ പഠിപ്പിച്ച ജീവിതക്രമം നമുക്ക് ജീവിക്കാനുള്ളതാണെന്ന് നമ്മളോട് ആരെങ്കിലും പറയുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മളെന്നാ ഞാൻ പറഞ്ഞേ, നിങ്ങളെന്നല്ല, നമ്മൾ. ഒരു 25 ദിവസം ഇത് മാത്രം പറയാൻ നമുക്ക് ഈ വൈകുന്നേരങ്ങളിൽ തികയില്ല. എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞ ജീവിതക്രമം. പറഞ്ഞേ ഹല്ലേലൂയാ. സമ്പത്തിനെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ്, മനുഷ്യബന്ധങ്ങളിൽ പുലർത്തേണ്ട നിലപാടുകൾ, മനുഷ്യരോടുള്ള പെരുമാറ്റം, സഹായം അർഹിക്കുന്നവനോടുള്ള പെരുമാറ്റത്തിൽ പുലർത്തേണ്ട നീതി, കരുണ. നമുക്ക് പറ്റുന്ന ആദ്യത്തെ പ്രശ്നം, നമ്മുടെ ഐഡന്റിറ്റി വ്യത്യാസപ്പെട്ടൊരു ഐഡന്റിറ്റിയാണെന്ന് എങ്ങനെയോ നമ്മുടെ അകത്ത് എഴുതപ്പെട്ടിട്ടില്ല. സംഭവം ഇത് നമ്മുടെ അകത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ ചിന്തിക്കുകയാണ് ഞങ്ങളും ഈജിപ്തുകാരും ഒരുപോലെ. ഞങ്ങളുടെ വ്യത്യാസം എന്താണ്? ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോവും, ഞങ്ങൾ വൈകുന്നേരം കുരിശ് വരയ്ക്കും, ഞങ്ങൾ കൊന്ത ചൊല്ലും, ഞങ്ങൾ യാമപ്രാർത്ഥനകൾ ചൊല്ലും, നോമ്പെടുക്കും. ഞങ്ങൾ കുറെ, നിങ്ങൾ ശബരിമലയ്ക്ക് പോകുന്ന പോലെ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോകും. നിങ്ങൾ മെക്ക പോകുന്ന പോലെ ഞങ്ങൾ വിശുദ്ധ നാട് തീർത്ഥാടനം നടത്തും.
ഈ വേറിട്ടൊരു ജനതയുടെ ആ ഐഡന്റിറ്റി കോൺഷ്യസ്നെസ്, ധാർമ്മികതയിൽ, നിലപാടുകളിൽ, സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, നമ്മളെ ദ്രോഹിക്കുന്നവരോടുള്ള ഇടപാടുകളിൽ സംഭവം പുലർത്താൻ എങ്ങനെയോ നമ്മുടെ അവബോധങ്ങളിൽ ഒരു ഈ വ്യത്യസ്തത, ഈ വേർപാട് രൂപപ്പെട്ടിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ ദൈവം തെരഞ്ഞെടുത്ത വേറിട്ടൊരു ജനതയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. വസ്ത്രധാരണത്തിലല്ല, ഭക്ഷണത്തിലല്ല, വീട് വെക്കുന്ന രീതിയിലല്ല, മറ്റൊന്നിലല്ല, എക്സ്റ്റേണലായ ഒരു കാര്യത്തിലല്ല, പെരുമാറ്റത്തിൽ, കാഴ്ചപ്പാടിൽ, നിരീക്ഷണത്തിൽ, മനുഷ്യരോട് ഇടപെടുന്ന കാര്യത്തിൽ, സഹായമർഹിക്കുന്നവരോടുള്ള നിലപാടുകളിൽ നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല എന്ന വേറിട്ട ഒരു കോൺഷ്യസ്നെസ്, കേൾക്കാവോ, നമുക്കുണ്ടായാൽ ആ സെക്കൻഡ് മുതൽ സർവശക്തനായ ദൈവമടക്കം സ്വർഗം മുഴുവൻ നമ്മുടെ സഹായത്തിന് ഉണ്ടാവും. ഏതറ്റം വരെ ദൈവം നമുക്ക് വേണ്ടി പോവും. പറഞ്ഞേ ഹല്ലേലൂയാ. മറ്റുള്ളവരെ പോലെയാണ് ഞങ്ങളെന്ന് ചിന്തിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി ഈ ദൈവം ഒന്നും ചെയ്യില്ല. എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായ കാര്യം ഞാൻ പറയാണ്. ഉദാഹരണം, ഈ ജനതയോട് ദൈവം പറഞ്ഞു, നിങ്ങൾ ആരാധിക്കണം, സാബത്ത് ആചരിക്കണം. അപ്പൊ സാബത്ത് ആചരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽക്കാർ പറഞ്ഞു, എങ്ങനെ സാബത്ത് ആചരിക്കും? പണ്ട് വൈക്കോല് തന്നിട്ട് പറയും 100 കട്ടയുണ്ടാക്കാൻ. ഇന്ന് വൈക്കോല് തരാതെ പറയുകയാണ് 100 കട്ടയുണ്ടാക്കാൻ. ശനിയാഴ്ചയും ജോലി. കാരണം എന്തെന്നറിയാം? മറ്റേത് വെള്ളിയാഴ്ച വരെ ജോലി ചെയ്താൽ മതിയായിരുന്നു. വൈക്കോല് തരും. എന്നാൽ ഇപ്പോൾ വൈക്കോല് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കട്ടയുണ്ടാക്കുമ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ജോലി ചെയ്യണം. അപ്പോൾ സാബത്ത് മുടങ്ങി. ജനം പറഞ്ഞു, എങ്ങനെ സാബത്ത് ആചരിക്കാനാ? ശനിയാഴ്ചയും കൂടെ ജോലി ചെയ്താലേ ഈ കട്ട ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പറവോ, ആരാധിക്കാൻ എന്ന ജനത്തെ വിടറ. എന്തിന്? ആരാധിക്കാൻ. നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചാൽ കാണാം, ഒരു മഹാമാരിക്കും മറ്റൊരു മഹാമാരിക്കും ഇടയിൽ, 10 മഹാമാരികൾക്കിടയിൽ 7 ദിവസത്തെ ഇടവേളയുണ്ട്. 7 ഡേ ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് വായിച്ചാൽ കാണാം, ഓരോ മഹാമാരിയും നടന്നത് സാബത്ത് ദിവസമാണ്. ഓരോ മഹാമാരിയും ദൈവം ഈജിപ്തിൽ പ്രവർത്തിച്ചത് സാബത്ത് ദിവസമാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താ എൻ്റെ അർത്ഥം? എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടില്ലെങ്കിൽ, ഈ സാബത്താചരണം അവരുടെ സെപ്പറേറ്റ് ഐഡന്റിറ്റിയുടെ ഫണ്ടമെന്റൽസിൽ ഒന്നാണ്. ഇതിന് നീ അനുവദിച്ചില്ലെങ്കിൽ, ഇസ്രായേലിൻ്റെ ആദ്യജാതനാണ്, എൻ്റെ ആദ്യജാതനെ ആരാധിക്കാൻ വിട്ടില്ലെങ്കിൽ, നിന്റെ ആദ്യജാതനെ കൊന്നിട്ടാണെങ്കിലും എൻ്റെ ആദ്യജാതനെ ഞാൻ കൊണ്ടുപോകും. പറഞ്ഞേ ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ ദൈവം തങ്ങൾ വ്യത്യസ്തരാണ് എന്ന അവബോധം ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി ഏത് സിസ്റ്റത്തെയും വേരറുത്ത് താഴെയിട്ടാണെങ്കിലും നിന്നെ അതിനനുവദിച്ചിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. പക്ഷെ അതിന് തയ്യാറാവാത്തൊരു ജനതയ്ക്ക് വേണ്ടി ദൈവം ഒന്നും ചെയ്യില്ല. അസീറിയ രാജാവ് വന്ന് നിന്നെ JCB കൈ കൊണ്ട് മാന്തിയെടുത്ത് അസീഡിയയുടെ കേബാർ നദിയുടെ തീരങ്ങളിലോ എവിടെങ്കിലുമൊക്കെ കൊണ്ടുപോയി, ഓർഫ നദിയുടെ തീരത്തൊക്കെ കൊണ്ടുപോയി എറിഞ്ഞാലും ആ ദൈവം കയ്യും കെട്ടി നിൽക്കും. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. നാളെ വരുമോ? നാളെ വരുമോ? നമുക്ക് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നോക്കുകയാണ്, ഞാനും നിങ്ങളും നോക്കുകയാണ്. എൻ്റെ ദൈവമേ, ഞങ്ങൾ
ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സർവ്വശേഷിയും പുറത്തു വരുന്നതിന് ഞങ്ങൾ എന്താണ് അങ്ങിൽ നിന്ന് സ്വീകരിക്കേണ്ടത്? അതിന് ദൈവം നമ്മളെ സഹായിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ആരാധന നടത്തുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യം ഒന്ന് ഇന്ന് സൂചിപ്പിക്കുന്നു. നമ്മൾ ഈ 2025 ജൂബിലി വർഷത്തിൽ ഇടവകകളിൽ ചെയ്യണമെന്ന് അഭിമന്യ പിതാവ് നൽകിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന നിലയിൽ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രത്യാശയുടെ 10 കാര്യങ്ങൾ, 10 അടയാളങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ, ഇടവക ജീവിതങ്ങളിൽ സ്വായത്തമാക്കുന്നതിന് ഇടവകയുടെ വിവിധങ്ങളായ സംഘടനാ പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിൽ ഈ 10 പ്രത്യാശയുടെ അടയാളങ്ങൾ സ്വീകരിക്കാനായിട്ട് പിതാവ് തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾ ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു തീരുമാനമായിട്ട് എടുത്ത് നമ്മൾ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിന് സഹായകരമായ കാര്യങ്ങൾ. ഞാനിത് വിശദീകരിക്കാൻ പോയാൽ നമുക്ക് 9 മണി കഴിയും. അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ച് നിർത്തുകയാണ്. നമ്മളതുകൊണ്ട് ഈ മിഷൻ 2023 വേണ്ടി അജപാലന ഉയർത്തെഴുന്നേൽപ്പിനായി മാർപ്പാപ്പ നൽകിയ 10 പ്രത്യാശയുടെ അടയാളങ്ങൾ നമ്മുടെ മംഗളവാർത്തക്കാലം, ദിനകാലം, നോമ്പുകാലം, ഇങ്ങനെ നമ്മുടെ 10 ആരാധനാകാലങ്ങളോട് ബന്ധപ്പെട്ട് നേതൃത്വം, വിവിധ പ്രേക്ഷിത ശുശ്രൂഷകൾ നേതൃത്വം നൽകുന്നതനുസരിച്ച് നമ്മുടെ ഈ കർമ്മ പദ്ധതി അനുസരിച്ചുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുക്കാനും പ്രായോഗികമായിട്ട് നിങ്ങൾ തയ്യാറാവണം എന്ന് ഞാൻ ഈ കൺവെൻഷൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കുറേയധികം കാര്യങ്ങൾ ഇതുപോലെ പറയാനുണ്ട്. ഞാൻ ഓരോ ദിവസമായിട്ട് ഓരോന്ന് സൂചിപ്പിക്കാം. അപ്പോൾ അത് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കുകയോ അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഇടവകളിലൊക്കെ അറിയിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ഈ വർഷം ഏറ്റെടുക്കേണ്ടതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.